പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ആര് ജയിച്ചു, ആരധികാരത്തിൽ വരുമെന്ന് യാതൊരു തിട്ടവുമില്ലാതിരിക്കുന്നു. വരുന്നവർ എത്രനാൾ അധികാരത്തിൽ തുടരുമെന്നും അറിയാത്ത ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ തെഹ്രീക്ക് ഇൻസാഫിൻ്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ അതിൻ്റെ അനുകൂലികളെ ജയിലിൽ അടച്ചു തുടങ്ങി പോലീസ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഇമ്രാൻ്റെ അനുകൂലികൾ പറയുന്നത് തങ്ങൾ 144 സീറ്റുകൾക്ക് മുകളിൽ ജയിച്ചിരിക്കുന്നു, അധികാരം തങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ പോലും ഇതിനൊരു സ്ഥിരീകരണമില്ല. പാകിസ്ഥാനിലാകെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണലിൻ്റെ വിവരങ്ങളോ ഇല്ല മറ്റ് വിവരങ്ങളോ ഒന്നും സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇമ്രാൻഖാൻ നിലവിൽ ജയിലിലാണ്. ഇപ്പോൾ തൻ്റെ അനുയായികളെ കൂടി ജയിലിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. നവാസ് ഷെരീഫിൻ്റെ പാർട്ടിക്ക് പട്ടാളം പിന്തുണ കൊടുക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതിനോടിടയ്ക്ക് 51 ഇടങ്ങളിലായിട്ട് ഭീകര ആക്രമണങ്ങളും നടന്നിരിക്കുന്നു. 12 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. 40ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വല്ലാത്ത കലുഷിതമായ അന്തരീക്ഷത്തിൽ ഭീകരവാദികളും അല്ലെങ്കിൽ ഭീകര സംഘടനകളും അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. 51 ഇടങ്ങളിൽ ഭീകരാക്രമണം നടന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഏതായാലും മുസ്ലിം ലീഗിനെയാണ് ഇപ്പോൾ അവിടുത്തെ പട്ടാളം പിന്തുണയ്ക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇമ്രാൻ അനുകൂലികളെ കൂട്ടത്തോടെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.